എല്ലാവർക്കും നമസ്കാരം. സൂര്യാവിഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തിക്ക വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നല്ലൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അത്തിക്ക വെച്ചിട്ടൊരു അച്ചാറുണ്ടാക്കാം. അത്തിക്കയുടെ തൊലി ചെത്തി നമുക്ക് 2 കഷ്ണമായിട്ട് ഇതുപോലെ മുറിച്ച് വെള്ളത്തിലേക്കിടാം. കിളുന്ന അത്തിക്കായുടെ ഉള്ളിൽ ഒരു പിങ്ക് നിറവും നന്നായിട്ട് മൂത്ത അത്തിക്കായുടെ ഉള്ളിൽ ബ്രൗൺ നിറമായിരിക്കും. അത് തീരെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും റെഡിയാക്കി വെക്കണം. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ പാത്രം ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഈ അത്തിക്ക ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. എണ്ണയിൽ കിടന്ന് നന്നായിട്ടത് ഒന്ന് നിറമൊക്കെ മാറി മൊരിഞ്ഞ് വരണം. ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വേവണം. നിറമൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ നിറമാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മൊത്തം നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ആ എണ്ണ നമ്മൾ വേറൊരു ചട്ടിയിൽ വെച്ച് വീണ്ടും ചൂടാക്കാൻ പോവുകയാണ്. ആ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇത് ഒന്നിട്ട് മൂപ്പിച്ച് കൊടുക്കാം. അതെല്ലാം നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് നന്നായിട്ട് അത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന അത്തിക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. തീ നമുക്കിനി ഓഫ് ചെയ്യാം. ഇതാണ് നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള അത്തിക്ക അച്ചാർ. നിങ്ങളെല്ലാവരും അത്തിക്ക കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.